വാതിലുകളും UPVC സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസും കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും. പ്രൊഡക്റ്റ് ഏതുമാവട്ടെ, മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും. SRS മെറ്റൽ ഇൻഡസ്ട്രീസ്, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. കാലം മായ്ക്കാത്ത കരുത്ത്. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ പട്ടയമേള നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പട്ടയമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. റവന്യൂ വകുപ്പ് കേരളത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ ഭൂരഹിതരായ മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുക എന്നതാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ നടന്ന പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ചരിത്ര നേട്ടം കൈവരിക്കാൻ ഒരുങ്ങുകയാണ് കേരള സർക്കാർ. ഇതിന്റെ ഭാഗമായി സാധാരണക്കാരനായ മനുഷ്യന് അർഹമായ ഭൂമി ലഭിക്കാൻ നിലവിലുള്ള ചട്ടങ്ങൾക്ക് ഭേദഗതി വരുത്തേണ്ടത് അനിവാര്യമാണെങ്കിൽ അതിൽ സർക്കാർ ഇടപെടുമെന്നും നിയമങ്ങളും ചട്ടങ്ങളും മനുഷ്യനിർമ്മിതമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് വില്ലേജിലെ ജനങ്ങൾക്ക് അവരുടെ ഭൂമിയുടെയും കെട്ടിടങ്ങളുടെയും വിശദാംശങ്ങൾ സമ്പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന ചിപ്പ് ഘടിപ്പിച്ച ATM കാർഡിന്റെ വലിപ്പമുള്ള ഡിജിറ്റൽ റവന്യൂ കാർഡ് നവംബർ മാസത്തിൽ പുറത്തിറക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. AC മൊയ്തീൻ MLA ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്ത്ലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. നേതൃത്വത്തിൽ നമ്മുടെ മണ്ഡലത്തിലെ പട്ടയ പ്രശ്നങ്ങളിൽ ഓരോ ഫയലും പരിശോധിച്ച് അത് റവന്യൂവിൽ നിക്ഷിപ്തമാക്കാനോ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഈ പഞ്ചായത്തുകളിലെ ബാക്കി പട്ടയങ്ങളുടെ കാര്യം ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, എരുമപ്പെട്ടി. You are watching VCV News.